ടു രാഖീസ് കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ഒരു ലഡുവാണ്. അപ്പോൾ ലഡു എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് നെയ്യും പഞ്ചസാരയൊക്കെ ചേർത്തുള്ള ലഡുവാണ്. അപ്പം നമ്മൾ അതൊന്നും ചേർക്കാതെയാണ് ഇന്നത്തെ ലഡു തയ്യാറാക്കി എടുക്കുന്നത്. നമ്മൾ വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ ശർക്കരയും തേങ്ങയും ഏലക്കാപ്പൊടിയും മാത്രമാണ് ഇതിനകത്ത് ചേർത്തിട്ടുള്ളത്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡുവാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയിട്ട് വരാം. അപ്പോഴും നമ്മൾ ആദ്യം തയ്യാറാക്കി എടുക്കുന്നത് ശർക്കരപ്പാനിയാണ്. അതിനായിട്ടൊരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 200 ഗ്രാം അളവിൽ ശർക്കരയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഈ ശർക്കരയിലോട്ട് നമുക്കിനി വെള്ളം ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് 200 ഗ്രാം ശർക്കരയ്ക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ആ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചാണ് ആദ്യം എടുക്കേണ്ടത്. തിളപ്പിച്ചെടുത്ത ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മുടെ മിക്സ് തയ്യാറാക്കുന്നത് അതിലോട്ട് നമ്മളിത് അരിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇതിനകത്ത് പൊടിയോ അഴുക്കോ വല്ലതും ഉണ്ടെങ്കിൽ അതൊന്ന് പോകാനായിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. നമ്മൾ ഓർഗാനിക് ശർക്കരയൊക്കെ ആണെങ്കിൽ ഒട്ടും പൊടിയോ അഴുക്കോ ഒന്നും കാണത്തില്ല. അതാകുമ്പോൾ നമ്മൾ നേരിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് അരിച്ച് ഈ ഒരു പാനിലോട്ട് ഒഴിക്കാനായിട്ട് പോവാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. നല്ല സ്റ്റിക്കി ആയിട്ട് വേണം നമുക്കിത് കിട്ടാനായിട്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് 1 ടീസ്പൂണ് ഏലക്കാപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോഴേ ഇപ്പം നമ്മുടെ ശർക്കര പാനിയെല്ലാം നന്നായിട്ട് കുറുകി നല്ല സ്റ്റിക്കി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ 2 കപ്പ് തേങ്ങ ചിരക്കിയത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇത് നമുക്ക് വരട്ടിയെടുക്കണം. ഇപ്പോഴും വെള്ളം എല്ലാം വലിഞ്ഞിട്ട് ശർക്കര പാനിയിൽ നന്നായിട്ട് നമ്മുടെ തേങ്ങ വരട്ടിയെടുത്തിട്ടുണ്ട്. ഇതാണ് അതിന്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ കാഷ്യൂ നട്ടും ബദാമും ആണ് എടുത്തിരിക്കുന്നത്. ഇത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു ലഡുവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇതിലോട്ട് ഒരു തുള്ളി പോലും നെയ്യോ ഓയിലോ ഒന്നും ചേർത്തിട്ടില്ല. നല്ല ഹെൽത്തി ആയിട്ടാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ലഡു തയ്യാറാക്കുന്നതിന്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തണുക്കാനായിട്ടൊന്ന് വെച്ചിട്ട് ചെറിയ ചൂടോടുകൂടി ഉരുട്ടി ലഡുവിന്റെ ഷേപ്പാക്കി എടുക്കാം. അപ്പോഴും തണുത്ത് കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു ചൂട് മാത്രമേ ഉള്ളൂ. ഞാനിത് ബോൾസുകളാക്കി എടുക്കാൻ പോവാണ്. അപ്പോഴും വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ലഡു ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ ഓരോ ബദാമൂടെ വെച്ചിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് കൂടെ ചെയ്യുവാണ്. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴും വളരെ ഈസി ആയിട്ടും നെയ്യൊന്നും ചേർക്കാതെ വളരെ ഹെൽത്തി ആയിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ലഡു ആണ്. വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയറും കമന്റും ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോഴിനി നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നിടം വരേക്കും താങ്ക് യു.